ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് മാവൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കുതിരാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ക്യാരറ്റ് അങ്ങ് കുക്കായി വരേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതിയാവും. ക്യാരറ്റിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റും തേങ്ങയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. പുട്ടുപൊടി കുതിരാനായി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് വീതം ചേർത്ത് പുട്ടിന് നനയ്ക്കുന്നത് പോലെ ഒന്ന് നനച്ചെടുക്കാം. പുട്ടുപൊടിയെല്ലാം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും മിക്സാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ മാവൊന്ന് നനച്ചെടുക്കുമ്പോൾ അതിലേക്ക് പാല് ചേർത്ത് നനച്ചെടുക്കേണ്ടതാണ്. 3 ടേബിൾ സ്പൂണാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടിയിലേക്ക് ക്യാരറ്റും പാൽപ്പൊടിയെല്ലാം ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടിയും ക്യാരറ്റും എല്ലാ ഭാഗത്തും ഒന്ന് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സാധാരണ പുട്ട് അവിക്കുന്നത് പോലെ അതിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം പുട്ടിൻ്റെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പകുതി പുട്ടുപൊടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് വീണ്ടും കുറച്ച് തേങ്ങ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. പുട്ടുകലത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇറക്കാവുന്നതാണ്. പുട്ടിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിനി ബാക്കിയുള്ള പുട്ടും കൂടെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഈ പുട്ട് കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഒരു പുട്ടാണ്. പുട്ടൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത സ്റ്റെപ്പ് പുട്ടും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ